മുഖത്തുണ്ടാവുന്ന മുറിവുകൾ ഇത്രയും കൃത്യതയോടെ സൂച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും മുഖത്തുണ്ടാവുന്ന മുറിവുകൾ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? കാഷ്വാലിറ്റിയിൽ നമ്മളൊരു വൂണ്ട് അസസ് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം നോക്കുന്നത് വൂണ്ട് എത്രത്തോളം ഡെപ്ത് ഉള്ളതാണ് എന്നുള്ളതാണ്. സ്കിന്നിന്റെ തൊട്ട് താഴെയാണോ, അല്ലെങ്കിൽ താഴേക്കുള്ള മറ്റ് ലെയേഴ്സ് ഇൻവോൾവ് ആണോ, ഏതെങ്കിലും വെസൽ കട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ബോണ് തന്നെ ഇൻവോൾവ് ആണോ എന്നുള്ളത് അസസ് ചെയ്യും. മുറിവിന്റെ എപ്പിയറൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. മുറിവിന്റെ അരികുകൾ നന്നായി ചേർന്നതാണോ, അതോ ഇറഗുലറായി ചിന്നി ചിതറി കിടക്കുന്നതാണോ എന്നതൊക്കെ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട രീതിയും മാറും. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനാണോ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ എസ്തെറ്റിക്സിനാണോ ഓൺ ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മുഖത്ത് നെർവ്സ് അല്ലെങ്കിൽ മസിൽസ് അടങ്ങിയ സ്ട്രക്ചേഴ്സ് ഉള്ളതിനാൽ അത് അതിൻ്റെ ഫംഗ്ഷനെയും എപ്പിയറൻസിനെയും കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ വേണം നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഏത് തരത്തിലുള്ള അനസ്തീഷ്യയാണ് കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചെറിയതോ സൂപ്പർഫിഷ്യലോ ആയ വൂണ്ടുകളാണെങ്കിൽ സാധാരണ ലോക്കൽ അനസ്തീഷ്യ മതിയാവും. എന്നാൽ വളരെ ആഴത്തിലുള്ളതോ അല്ലെങ്കിൽ ബോൺ ഇൻവോൾവ്മെന്റ് ഉള്ളതോ ആയ കേസുകളാണെങ്കിൽ പ്രിഫറബിളി ജനറൽ അനസ്തീഷ്യയാണ് കൊടുക്കാറ്. കുട്ടികളിൽ അനസ്തീഷ്യ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഏജ്, ഇഞ്ചുറിയുടെ സിവിയറിറ്റി, പ്രൊസീജിയർ എത്ര സമയം എടുക്കും, അവർക്ക് വല്ല മെഡിക്കൽ ഹിസ്റ്ററിയോ അലർജി ഹിസ്റ്ററിയോ ഉണ്ടോ എന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അനസ്തീഷ്യ എല്ലാവർക്കും ഒരേ രീതിയിൽ നൽകുന്നതല്ല. ഓരോ വൂണ്ടിൻ്റെയും പ്രത്യേകത അനുസരിച്ചും രോഗിയുടെ ആരോഗ്യനില വിലയിരുത്തിയതിനും ശേഷമാണ് ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള അനസ്തീഷ്യ ഡോക്ടർമാർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഇഞ്ചുറി ഉണ്ടായാൽ മുറിവ് പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ആഴവും വ്യാപ്തിയും കൃത്യമായിട്ട് അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ശേഷം ഉണ്ടാകുന്ന പാടുകൾ കുറയ്ക്കാൻ വൂണ്ട് ക്ലോസ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേഷ്യൽ സ്കാർസ് ഏറ്റവും കുറഞ്ഞ് ഫേഷ്യൽ സൂച്ചറിങ് ചെയ്യാനാണ് ഏതൊരു സർജനും ശ്രദ്ധിക്കാറ്.